السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. റസാനത്ത് ഇന്നലെ 2 വരികൾ എടുത്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفة أما ترى أنجما في داخل الغدر تحل ليس لها من ذاك من ضعتي ومن له رفعة ആർക്കെങ്കിലും ഉയർച്ചയുണ്ടെങ്കിൽ ബിൽ ഇൽമി വന്നസബി മതവിജ്ഞാനം കൊണ്ടും തറവാട് കൊണ്ടും ആർക്കെങ്കിലും ഉയർച്ചയുണ്ടെങ്കിൽ ലഹു തവാളു മിൻഹാ ആ ഉയർച്ച കാരണം അവന് താഴ്മയുണ്ടാകുന്നതാണ്. അഹ്സനു സിഫത്തി പ്രസ്തുത താഴ്മ ഏറ്റവും നല്ല വിശേഷമാണ്. അമാ തറ അൻജുമൻ ഫീ ദാഖിലിൽ ഉദരി തഹല്ലു ലൈസ ലഹാ മിൻ ദാക മിൻ വഅതിഹി അമാ തറ അൻജുമൻ നീ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? നേരത്തെ പറഞ്ഞ ബൈത്തിന്റെ ഒരു ഉദാഹരണം പറയുന്നു. അമാ തറ അൻജുമൻ നീ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ഫീ ദാഖിലിൽ ഉദരി നദിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ വെള്ളക്കുഴിയിൽ നീ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? തഹല്ലു ആ നക്ഷത്രങ്ങൾ ഇറങ്ങുന്ന നിലയിൽ നീ കാണുന്നില്ലേ? ലൈസ ലഹാ ആ നക്ഷത്രങ്ങൾക്കില്ല മിൻ ദാക ഇറങ്ങിയത് കാരണം ആ നക്ഷത്രങ്ങൾക്കില്ല മിൻ വഅതി ഒരു നിന്യത ആ നക്ഷത്രത്തിനില്ല. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മതപണ്ഡിതൻ, ഒരു നല്ല തറവാട്ടിൽ ജനിച്ചവൻ എന്നിവർക്ക് വിനയം, താഴ്മ എന്നിവ നല്ല യോഗ്യത തന്നെയാണ്. അവരുടെ താഴ്മ കാരണം അവർക്ക് പവർ വർദ്ധിക്കുന്നേ ഉള്ളൂ, നിന്യത വരുന്നില്ല. ആകാശലോകത്ത് ഉയർന്ന് കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ പ്രതിബിംബം വെള്ളക്കുഴിയിൽ കാണുന്നത് കൊണ്ട് അവർക്ക് ഒരു നിന്യതയും ഇല്ലല്ലോ. മതപണ്ഡിതർക്ക് വലിയ പദവി ലഭിക്കുമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും മതവിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു ഏറെ പദവികൾ ഉയർത്തുന്നതാണ്. മുജാദല 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തവാദഅ ലില്ലാഹി റഫഅഹു ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി താഴ്മ കാണിച്ചാൽ അവനെ അല്ലാഹു ഉന്നത പദവി നൽകി ആദരിക്കുന്നതാണ്. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി താഴ്മ കാണിച്ചാൽ
അവനെ അല്ലാഹു ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താഴ്മ നമുക്ക് അനിവാര്യമാണ്. ഏതൊരു വിഷയത്തിലും താഴ്മയുണ്ടാകണം, താഴ്മയോടുകൂടി ജീവിക്കണം. മൻ തവാദഅ ലില്ലാഹി റഫഅഹു എന്നാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി താഴ്മ കാണിച്ചാൽ അവനെ അല്ലാഹു ഉന്നത പദവിയിലേക്ക് ഉയർത്തും. ഉന്നത പദവി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.